Hi everyone, welcome back to my channel. If you are seeing this channel for the first time, don't forget to like, subscribe and share. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് +2 ബോട്ടണിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അതിന്റെ 4th പാർട്ടാണിത്. ഇതിന് മുമ്പത്തെ പാർട്ട് കാണാത്തവർ അതൊന്ന് കണ്ടതിന് ശേഷം ഈ പാർട്ട് കാണാം. ഓക്കെ, ഇവിടെ ഇലസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണ്. അതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് കാണാം. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യത്തിന്റെ പാർട്സ് ആണ് ഫിലമെന്റ് ആൻഡ് ആന്തർ. ഗൈനീഷ്യത്തിൽ കാണുന്ന പാർട്സ് ആണ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഫിഗർ സ്റ്റെയ്മൻ ഓർ ആൻഡ്രീഷ്യം. സെക്കൻഡ് കാണുന്ന ഫിഗർ 3 ഡയമെൻഷണൽ സെക്ഷൻ ഓഫ് ആന്തർ. ആന്തറിന്റെ 3 ഡയമെൻഷണൽ സെക്ഷൻ ആണ്. ആന്തറിന്റെ ട്രാൻസ്ഫർ സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്കതിൽ ഒരുപാട് സ്ട്രക്ചേഴ്സ് കാണാം. ലൈക്ക് എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, ടപ്പീറ്റം, മിഡിൽ ലെയേഴ്സ്, സ്പോറോജിനസ് ടിഷ്യൂ. ഇതിൽ സ്പോറോജിനസ് ടിഷ്യൂ ഡിവിഷൻ നടന്ന് മൈക്രോസ്പോർസ് ഫോം ചെയ്യും. പിന്നീട് മൈക്രോസ്പോർസ് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യും. പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചതാണ് അല്ലെ. 2 ലെയേഴ്സ് കാണാം. ഔട്ടർ ലെയർ എക്സൈൻ ആൻഡ് ഇന്നർ ലെയർ ഇൻടൈൻ ആൻഡ് ജേം പോഴ്സ് കാണാം. 2 ടൈപ്സ് ഓഫ് സെൽസ് കാണാം, വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. ചില ഓർഗാനിസംസിൽ ഈ 2 സെൽഡ് സ്റ്റേജിലാണ് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത്. ബട്ട് ഇൻ സം അതർ പ്ലാന്റ്സ് ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമെറ്റ്സ് ഫോം ചെയ്യും. സോ 3 സെൽഡ് സ്റ്റേജിലാണ് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം പോളൻ ഗ്രെയിൻസ് ആന്ത്രിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടും. എങ്ങനെയാണ് റിലീസ് ചെയ്യുക? ദാറ്റ് ഈസ് ത്രൂ ദ ലൈൻ ഓഫ് ഡെഹിസെൻസ്. ഈ ഫിഗറിൽ ലൈൻ ഓഫ് ഡെഹിസെൻസ് കാണാം. സോ പോളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ് ഔട്ട്സൈഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റി പഠിച്ചത് അല്ലെ. ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് ഗൈനീഷ്യം. ഏതൊക്കെയാണ് ഗൈനീഷ്യത്തിന്റെ ഡിഫറെന്റ് പാർട്സ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറിക്കകത്ത് ഒവ്യൂള് കാണാം. ഒവ്യൂളിന്റെ ഡിഫറെന്റ് പാർട്സ് ആണ് ഹൈലം, ഫ്യൂണിക്കിൾ, മൈക്രോപൈലാർ പോൾ, ചെലാസൽ പോൾ. മൈക്രോപൈലാർ പോളിൽ കാണുന്ന ഓപ്പണിംഗ് ആണ് മൈക്രോപൈൽ. ആൻഡ് ഔട്ടർ ഇന്റഗ്യുമൻ ആൻഡ് ഇന്നർ ഇന്റഗ്യുമൻ ന്യൂസെല്ലസ്. ഇതിനകത്തായി എംബ്രിയോ സാക്ക് കാണാം. ആൻഡ് നെക്സ്റ്റ് വി സ്റ്റഡീഡ് അബൌട്ട് സ്ട്രക്ചർ ഓഫ് എംബ്രിയോ സാക്ക്. മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് മെഗാസ്പോർസ് ഫോം ചെയ്യും. പിന്നീട് എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യും. മെച്യൂർ എംബ്രിയോ സാക്കിൽ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് പ്രസന്റ് ആണ്? ചെലാസൽ എൻഡിൽ ആന്റിപോഡൽസ് കാണാം. മൈക്രോപൈലാർ എൻഡിൽ എഗ് അപ്പാരറ്റസ് കാണാം. എഗ് അപ്പാരറ്റസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് എഗ് സെൽ ആൻഡ് സിനർജിഡ്സ്. സിനർജിഡ്സിൽ കാണുന്ന അപ്പാരറ്റസ് ആണ് ഫൈലിഫോം അപ്പാരറ്റസ്. സെൻട്രലായി സെൻട്രൽ സെല്ല് കാണാം. അതിനകത്ത് പോളാർ ന്യൂക്ലിയായി, 2 പോളാർ ന്യൂക്ലിയായി. ഇതാണ് മെച്യൂർ ആയിട്ടുള്ള എംബ്രിയോ സാക്ക്. സോ ഈ ഇവന്റ്സ് ഒക്കെ കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്തു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്തു. നെക്സ്റ്റ് പ്രോസസ് പോളിനേഷൻ. 3 ടൈപ്സ് ഓഫ് പോളിനേഷൻ ഡിസ്കസ് ചെയ്തു അല്ലെ. ഓട്ടോഗമി, ഗീറ്റിനോഗമി ആൻഡ് സീനോഗമി. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ സെയിം ഫ്ലവറിൽ നടക്കുന്ന പോളിനേഷൻ ആണ്. ഗീറ്റിനോഗമി എന്ന് പറഞ്ഞാൽ സെയിം പ്ലാന്റിലുള്ള 2 ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷൻ. സീനോഗമി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പ്ലാന്റ്സിലുള്ള ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷൻ. ആഫ്റ്റർ പോളിനേഷൻ വാട്ട് ഹാപ്പൻസ്? ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദിസ് വീഡിയോ. പോളിനേഷന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. So pollen grains are deposited on stigma. Pollinating agentsന്റെ സഹായത്തോടു കൂടി pollen grains സ്റ്റിഗ്മയിൽ ഡിപ്പോസിറ്റ് ചെയ്തു. അതിനുശേഷം what happens? That is, pollination നടക്കേണ്ടത് ഒരേ സ്പീഷീസിൽപ്പെട്ട പ്ലാന്റ്സ് തമ്മിലാണ്. പോളിനേറ്റിംഗ് ഏജൻസ് കൊണ്ടുവരുന്നത് റോങ് ടൈപ്പ് പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ പിസ്റ്റിൽ അത് റിജക്ട് ചെയ്യും. പോളൻ ഗ്രെയിൻസിനെ തിരിച്ചറിയാനുള്ള കഴിവ് പിസ്റ്റിലിനുണ്ട്. റൈറ്റ് ടൈപ്പ് ഓർ കമ്പാറ്റബിൾ ആണോ, റോങ് ടൈപ്പ് ഓർ ഇൻകമ്പാറ്റബിൾ ആണോ എന്ന് പിസ്റ്റിൽ ചെക്ക് ചെയ്യും. റൈറ്റ് ടൈപ്പ് ആണെങ്കിൽ മാത്രം പിസ്റ്റിൽ പോളൻ ഗ്രെയിൻസിനെ സ്വീകരിക്കും. റോങ് ടൈപ്പ് ആണെങ്കിൽ പിസ്റ്റിൽ പോളൻ ഗ്രെയിൻസിനെ റിജക്ട് ചെയ്യും. ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് ആൻഡ് പിസ്റ്റിൽ തമ്മിലുള്ള ഇന്ററാക്ഷന് കാരണം ചില കെമിക്കൽസ് ആണ്. ഒബ്സർവ് ദ ഫിഗർ. ഇത് കമ്പാറ്റബിൾ ആണ്, ഇത് ഇൻകമ്പാറ്റബിൾ ആണ്. കമ്പാറ്റബിൾ ആണെങ്കിൽ പോളൻ ഗ്രെയിൻസ് പോളൻ ട്യൂബ് ഫോം ചെയ്യും. ഇൻകമ്പാറ്റബിൾ ആണെങ്കിൽ പോളൻ ട്യൂബ് ഫോം ചെയ്യത്തില്ല. ദെൻ പോളൻ ട്യൂബ് ഗ്രോ ലൈക്ക് ദിസ് ആൻഡ് ദെൻ എൻറ്റർ ഇൻസൈഡ് ദ ഓവ്യൂൾ ത്രൂ മൈക്രോപൈൽ. മൈക്രോപൈലിലെ കൂടെ നെക്സ്റ്റ് ഓവ്യൂളിലേക്ക് എൻറ്റർ ചെയ്യും.
And what is inside the pollen grains? Pollen grainsil രണ്ട് സെൽസ് കാണാം, വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഒന്നെങ്കിൽ 2 സെൽഡ് സ്റ്റേജിലാണ് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ 3 സെൽഡ് സ്റ്റേജിലാണ് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുക. 2 സെൽഡ് സ്റ്റേജിലുള്ള പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമറ്റ് ഫോം ചെയ്യുന്നത് പോളൻ ട്യൂബ് ഗ്രോ ചെയ്യുമ്പോഴാണ്. That is, the generative cell divides and forms the 2 male gamete during the growth of pollen tube in the stigma. 3-celled pollen grains ആണെങ്കിൽ pollen tube ഗ്രോ ചെയ്യുന്ന സമയം തൊട്ടേ തന്നെ അതിനകത്ത് 2 male gametes കാണാം. That is, pollinating agents carry pollen grains and pollen grains are falling on the stigma. Pollen grains forms pollen tube and all the contents of the pollen grain enter the pollen tube. If it is a 2-celled pollen grain, the generative cell divide and form 2 male gamete during the growth of the pollen tube. But in a 3-celled pollen grains, 2 male gamete enter the pollen tube. 2 male gametesനും കൊണ്ട് pollen tube ഇതുപോലെ ഗ്രോ ചെയ്ത് മൈക്രോപൈലാർ എൻഡിലെ കൂടെ എംബ്രിയോ സാക്കിലേക്ക് എൻറ്റർ ചെയ്യും. That is, pollen tube grow and move like this and then enter the embryo sac through micropylar pole. ഇത്രയും ഈവൻസിനെയാണ് പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. എംബ്രിയോ സാക്കിന്റെ എൻലാർജ് ചെയ്ത ഫിഗർ ആണിത്. ഇതിലുള്ള ഡിഫറെന്റ് പാർട്സ്, ഡിഫറെന്റ് പ്രോസസ് ഒക്കെ ഒന്ന് പഠിക്കാം. ഇതാണ് ആന്റിപോഡൽസ്. ആന്റിപോഡൽ സെൽസ് കാണാം. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് സെൻട്രൽ സെൽ. സെൻട്രൽ സെല്ലിനകത്ത് കാണുന്ന 2 ന്യൂക്ലിയസ് ആണ് പോളാർ ന്യൂക്ലിയായി. ആൻഡ് വി ക്യാൻ സി എഗ് അപ്പാരറ്റസ് ഹിയർ. എഗ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേർന്നിട്ടാണ്? എഗ് സെൽ ആൻഡ് 2 സിനർജിഡ്സ്. 2 സിനർജിഡ്സും എഗ് സെല്ലും ചേർന്നതാണ് എഗ് അപ്പാരറ്റസ്. ദാറ്റ് ഈസ്, പോളൻ ഗ്രെയിൻസിൽ നിന്നും പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്തു. പോളൻ ട്യൂബ് ഇതുവഴി ഗ്രോ ചെയ്ത് നെക്സ്റ്റ് മൈക്രോപൈലാർ എൻഡിലെ കൂടെ ഏതെങ്കിലും ഒരു സിനർജിഡ്സിലേക്ക് എൻറ്റർ ചെയ്യും. ദാറ്റ് ഈസ്, 2 സിനർജിഡ്സ് കാണാം. അതിൽ ഒരു സിനർജിഡ്സിലേക്കാണ് പോളൻ ട്യൂബ് എൻറ്റർ ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ഇൻസൈഡ് ദ പോളൻ ട്യൂബ്? 2 മെയിൽ ഗാമെറ്റ്സ് ആണ് അല്ലെ. 2 മെയിൽ ഗാമെറ്റ്സ് ആർ പ്രസന്റ് ഇൻസൈഡ് ദ പോളൻ ട്യൂബ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ്? ഈ മെയിൽ ഗാമെറ്റ്സ് സിനർജിഡ്സിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടും. നെക്സ്റ്റ് വാട്ട് ഹാപ്പൻസ്? മെയിൽ ഗാമെറ്റ് ഇതുവഴി മൂവ് ചെയ്ത് അതിൽ ഒരു മെയിൽ ഗാമെറ്റ് എഗ് സെല്ലിലേക്ക് എൻറ്റർ ചെയ്യും. എഗ് സെല്ലിലുള്ള ന്യൂക്ലിയസ് ആയി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. ആൻഡ് ദിസ് ഈസ് കോൾഡ് സിൻഗമി. ഈ പ്രോസസ്സിനെയാണ് സിൻഗമി എന്ന് പറയാം. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദ സെക്കൻഡ് മെയിൽ ഗാമെറ്റ്? സെക്കൻഡ് മെയിൽ ഗാമെറ്റ് സെൻട്രൽ സെല്ലിലേക്ക് എൻറ്റർ ചെയ്ത് 2 പോളാർ ന്യൂക്ലിയ ആയി ഫ്യൂസ് ചെയ്യും. 3 ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ഇതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ദാറ്റ് ഈസ്, one of the male gamete move towards the egg cell and fuses with the nucleus, and this process is called syngamy. This results in the formation of zygote. What happens to other male gamete? It moves toward the 2 polar nuclei and fuses with them and produce primary endosperm nucleus, and this process is called triple fusion. Fertilization കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്തു? ദാറ്റ് ഈസ്, ഇവിടെ ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്തു. ഇവിടെ ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്തു. സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ 2 ടൈപ്പ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതുകൊണ്ട് ഈ പ്രോസസ്സിന് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ്, ഒരു മെയിൽ ഗാമറ്റ് എഗ് സെല്ലിന് ന്യൂക്ലിയസ് ആയി ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും. ഈ പ്രോസസ്സിനെ പറയുന്നത് സിൻഗമി എന്നാണ്. രണ്ടാമത്തെ മെയിൽ ഗാമറ്റ് സെൻട്രൽ സെല്ലിന്റെ പോളാർ ന്യൂക്ലിയ ആയി ഫ്യൂസ് ചെയ്യും. ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഓർ പെൻ ഫോം ചെയ്യും. ഈ പ്രോസസ്സിനെ പറയുന്നത് ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ്. 2 ടൈപ്പ് ഫ്യൂഷൻ നടക്കുന്നതുകൊണ്ട് ഈ പ്രോസസ്സിന് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള സ്ട്രക്ചറാണിത്. ആൻഡ് വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻഡ് ഹിയർ? സൈഗോട്ട് ഫോം ചെയ്തു. സിൻഗമിക്ക് ശേഷം ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്തു. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഹിയർ? ട്രിപ്പിൾ ഫ്യൂഷന് ശേഷം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്തു. ദാറ്റ് ഈസ്, ആഫ്റ്റർ ട്രിപ്പിൾ ഫ്യൂഷൻ triploid structure called primary endosperm nucleus is formed here. And central cell എന്തായി ഡെവലപ്പ് ചെയ്യും? സെൻട്രൽ സെൽ
developed into primary endosperm cell or PEC, central cell primary endosperm cell ആയി ഡെവലപ്പ് ചെയ്തു. ഇതൊക്കെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷന് ശേഷം കാണുന്ന ചേഞ്ചസ്. സൈഗോട്ട് പിന്നീട് ഗ്രോ ചെയ്ത് എംബ്രിയോ ആയി ഡെവലപ്പ് ചെയ്യും. പ്രൈമറി എൻഡോസ്പേം സെല്ല് പിന്നീട് എൻഡോസ്പേം ആയി ഡെവലപ്പ് ചെയ്യും. എംബ്രിയോക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻഡോസ്പേം ആണ്. ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്കിന്റെ ഫിഗർ ആണിത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫിഗർ. ഇത് നേരെ തിരിച്ചിട്ടാണുള്ളത്. ബട്ട് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഡീജനറേറ്റിംഗ് സിനർജിഡ്സ് ഒക്കെ നശിക്കാൻ തുടങ്ങും. ആൻഡ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്തു. പ്രൈമറി എൻഡോസ്പേം സെല്ല് ഫോം ചെയ്തു. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്തു. ഡീജനറേറ്റിംഗ് ആന്റിപോഡൽസും നശിക്കാൻ തുടങ്ങും. ഇതിന് ശേഷമുള്ള ഇവന്റ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. ആൻഡ് വൺ മോർ ടോപ്പിക് ഈസ് ഹിയർ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. It is the process in which only desired pollen grains are used for pollination and fertilization. നാച്ചുറൽ ആയിട്ടുള്ള പോളിനേഷന് പകരം നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന പോളിനേഷൻ മെത്തേഡ് ആണിത്. ദാറ്റ് ഈസ് ഡിസയേർഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് യൂസ് ചെയ്ത്. ഡിസയേർഡ് പോളൻ ഗ്രെയിൻസ് മീൻസ് സുപ്പീരിയർ ക്വാളിറ്റി പോളൻ ഗ്രെയിൻസ് യൂസ് ചെയ്ത് നടത്തുന്ന പോളിനേഷൻ. ബൈസെക്ഷൽ ഫ്ലവറിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നതെന്ന് നോക്കാം. That is procedure for doing this. First flower select ചെയ്യാം. And first step emasculation, removal of anther from the flower. ഫ്ലവറിൽ നിന്നും ആന്തേഴ്സ് റിമൂവ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ബാഗിംഗ്, കവർ ദ ഇമാസ്കുലേറ്റഡ് ഫ്ലവർ വിത്ത് എ ബാഗ്. ഇമാസ്കുലേഷൻ നടത്തിയ ഫ്ലവറിനെ ഒരു ബാഗ് കൊണ്ട് കവർ ചെയ്യണം. ബട്ടർ പേപ്പർ കൊണ്ടുള്ള ബാഗാണ് സ്യൂട്ടബിൾ. വേറൊരു പോളൻ ഗ്രെയിൻസ് വന്ന് സ്റ്റിഗ്മയിൽ സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ബാഗ് കൊണ്ട് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള മറ്റൊരു ഫ്ലവറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത പോളൻ ഗ്രെയിൻസ് ആദ്യത്തെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് ഈസ് പോളിനേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഫ്ലവർ ഒന്നുകൂടി ബാഗ് കൊണ്ട് കവർ ചെയ്ത് വെക്കണം. അതിനുശേഷം പ്ലാന്റ്സിൽ പോളിനേഷന് ശേഷം നടക്കുന്ന ഇവന്റ്സ് ഒക്കെ നടക്കും. ദിസ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. നെക്സ്റ്റ്, യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന്റെ കേസിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോ നീഡ് ഓഫ് ഇമാസ്കുലേഷൻ. ആന്തേഴ്സ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. ഇതിൽ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസസ് ഇല്ല. ഫീമെയിൽ ഫ്ലവർ ബഡ്സ് ആർ ബാഗ്ഡ് ബിഫോർ ദ ഫ്ലവേഴ്സ് ഓപ്പൺ. അതിനുശേഷം ഫീമെയിൽ ഫ്ലവർ ബാഗ് ചെയ്ത് വെക്കണം. വെൻ ദ സ്റ്റിഗ്മ ബിക്കംസ് റിസപ്റ്റീവ്, പോളിനേഷൻ ഇസ് കാരിഡ് ഔട്ട് യൂസിംഗ് ദ ഡിസയേർഡ് പോളൻ ആൻഡ് ദ ഫ്ലവർ ഈസ് റീബാഗ്ഡ്. സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസ് റിസീവ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഡിസൈഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം ബാഗ് കൊണ്ട് കവർ ചെയ്ത് വെക്കാം. സെയിം പോളിനേഷന് ശേഷമുള്ള ഇവന്റ്സ് നടക്കും. ആൻഡ് ദിസ് ഈസ് ദ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഇൻ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. സോ ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ യൂസ് എന്താണ്? ദാറ്റ് ഈസ് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പ്രോസസ് ആണ്.